ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അത് മോഡുലാർ ടൈപ്പിൽ തന്നെ ഗോൾഡ് മെഡൽ എന്ന കമ്പനിയുടെ എയർ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ഗോൾഡ് മെഡലിൻ്റെ പല മോഡൽ സ്വിച്ചുകൾ വരുന്നുണ്ട്, കർവ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അതിൽ തന്നെ എയർ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ പ്ലേറ്റും അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയം. ഇതാണ് അതിൻ്റെ മെയിൻ വരുന്ന ഷീറ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 2 കവറിംഗ് ആണ് വരുന്നത്. ഒരു കവറിംഗ് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കണം. അത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഏറ്റവും മുകളിൽ കവറിംഗ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇനി നമ്മളീ പറഞ്ഞ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പെയിൻറ്റ് കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെ ഗ്ലേസിങ് കണ്ടോ, അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ആ ഫ്രണ്ടിൽ കവർ മാറ്റി വയ്ക്കുക. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത് ഏറ്റവും ഫിനിഷിങ് സ്റ്റേജിലിടുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും അവസാനം ഫിനിഷിങ്, അതായത് പിറ്റേ ദിവസം നമ്മൾ വീട് താമസിക്കുന്ന സമയത്തിന് തലേ ദിവസം തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിൻ്റെ സ്വിച്ചുകളാണ് വരുന്നത്. എയർ എന്ന് പറയുന്നത് അത് തന്നെ എയറിൻ്റെ മോഡലിലെ സ്വിച്ചുകളാണ് വരുന്നത്. ഓരോ സ്വിച്ചുകളും അതിൻ്റേതായ ഗ്രൂവുകളുണ്ട്. ആ ഗ്രൂവുകൾ അതുകൊണ്ട് അതേ മോഡൽസിൽ തന്നെയാണ് അതിൻ്റെ പ്ലേറ്റുകൾ ഷൂട്ട് ആവുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് എയർ എന്ന് പറയുന്ന കമ്പനി, എയർ എന്ന് പറയുന്ന സ്വിച്ച്, അതായത് ഗോൾഡ് മെഡലിൽ തന്നെ വേറൊരു മോഡൽ ഈ പ്ലേറ്റിൽ സൂട്ട് ആവില്ല. കാരണം അതിൻ്റെ ഗ്രൂ, അതായത് ആ സ്വിച്ച് ഇടുന്നതിൻ്റെ മോഡലുള്ള ടൈപ്പ് ഇടുന്നതിൻ്റെ ഗ്രൂ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഗ്രൂവിൽ മാത്രമാണ് അതിൻ്റെ ലോക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ട ഒരു 3 മോഡ്യൂളിൻ്റെ ഷീറ്റാണ് വന്നിരിക്കുന്നത്. 3 മോഡ്യൂളിൻ്റെ ഷീറ്റിൽ ഒരു പ്ലഗും ഒരു സ്വിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. 3 മോഡ്യൂളെന്ന് വെച്ചാൽ ഒരു പ്ലഗ് സോക്കറ്റ് വരുന്നത്, അതായത് 2 മോഡ്യൂൾ, ഒരു സ്വിച്ച് വരുന്നത് 1 മോഡ്യൂൾ. അപ്പോൾ ഒരു സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നതാണ് 1 മോഡ്യൂൾ. അപ്പോൾ 3 മോഡ്യൂളായിട്ടാണ് വരുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 മോഡ്യൂളിൻ്റെ കണക്ഷൻസാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇത്രയാണ് ഒരു മെയിനായിട്ട് വരുന്ന സാധാ ഒരു പ്ലഗ് സോക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഫേസിൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യും, എർത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ എർത്തിൻ്റെ ഓപ്ഷനിൽ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രൽ വരുന്നത് ന്യൂട്രലിൻ്റെ ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം ആ ബോക്സിലെല്ലാം ഉറപ്പിച്ചതിന് ശേഷം അവസാനം ജസ്റ്റ് ഈ പറയുന്ന ഏറ്റവും മുകളിലെ ക്യാപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ മോഡൽ അത് വരുന്നത്. ഇത് നമുക്കിത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബാക്ക് സൈഡിൽ ഒരു ഷീറ്റ് വരുന്നുണ്ട്. അതിലാണ് നമ്മൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ വൈറ്റ് പ്ലേറ്റ് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ആ പറയുന്ന ബ്ലാക്ക് ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് പറയുന്ന നമ്മൾ സ്വിച്ച് ബോർഡിൽ ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫിനിഷിങ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഇതായിരിക്കും നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട, എല്ലാം ഭിത്തിയോട് ചേർന്നാണ് ഇരിക്കുന്നത്, ഭിത്തിയോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പല മോഡൽസിൻ്റെയും തന്നെ വരുന്നത്. ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. GMൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് മെഡലുണ്ട്, ലെഗ്രാൻഡ് വരുന്നുണ്ട്, ഹൈഫൈ വരുന്നുണ്ട്, എല്ലീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിലൊരു മോഡൽ നമ്മൾ പരിചയപ്പെടുത്തിയത് മാത്രമാണ് ഉള്ളത്. ഇത് മോഡൽ ഗോൾഡ് മെഡലിൻ്റെ എയർ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ പരിചയം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നാലും നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.